നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാന വിഷയമെന്ന് പറയുന്നത് നമ്മുടെ വാഹനത്തിൻ്റെ വൈപ്പറിൻ്റെ സംരക്ഷണത്തെക്കുറിച്ചാണ്. നമ്മുടെ നാട്ടിൽ വാഹനമോടുന്ന 80% ഡ്രൈവർമാർക്കും അതുപോലെ തന്നെ വാഹന ഉടമകൾക്കും വൈപ്പറിൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് വലിയ ധാരണയില്ല എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ അനുസരിച്ച്, അതായത് 6 മാസത്തോളം ചൂടുള്ള കാലാവസ്ഥയും 6 മാസം മഴയുമാണ്. ഇതിൽ വളരെ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ടത് മഴക്കാലം എത്തുന്നതിന് മുന്നേ തന്നെ വൈപ്പറിൻ്റെ ബ്ലേഡിൻ്റെ കണ്ടീഷനും വൈപ്പറിൻ്റെയും മോട്ടറിൻ്റെയും ആമിൻ്റെയും അതുകൂടാതെ മറ്റ് ഇലക്ട്രിക്കൽ പാർട്സുകൾ, അതായത് ഹെഡ്ലൈറ്റിൽ തുടങ്ങി AC, പുറകിലെ ടെയിൽ ലൈറ്റ്, ബ്രേക്ക് ലൈറ്റ്, ഇൻഡിക്കേറ്റർ, റിവേഴ്സ് ലൈറ്റ്, അങ്ങനെ പോകുന്നു ഇലക്ട്രിക്കൽ സെക്ഷൻ. നമുക്ക് പ്രധാനമായും മനസ്സിലാക്കി വയ്ക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതും മഴക്കാലത്തിന് മുന്നേ തന്നെ നമ്മുടെ വാഹനത്തിൻ്റെ വൈപ്പറിൻ്റെ സംരക്ഷണം, പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് പലർക്കും വലിയ ധാരണ ഇല്ലാത്തത് കൊണ്ട്, അതായത് വൈപ്പറിൻ്റെ ബ്ലേഡിൻ്റെ കാലാവധി എത്ര മാസമാണ്, അല്ലെങ്കിൽ അത് എത്ര കിലോമീറ്ററിൽ റീപ്ലേസ് ചെയ്യണം, അല്ലെങ്കിൽ എത്ര നാൾ ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്ന കാര്യത്തെക്കുറിച്ച് പലർക്കും വ്യക്തമായിട്ടൊരു ധാരണ ഇല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുവാനായിട്ടുള്ള പ്രധാന കാരണവും. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ വൈപ്പറിൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് മനസ്സിലാക്കാം. സാധാരണയായി 2 തരം വൈപ്പർ ബ്ലേഡുകളാണ് നമ്മുടെ വാഹനങ്ങളിൽ കണ്ടുവരുന്നത്. അതിൽ ഫ്രെയിമുള്ള ടൈപ്പ് വൈപ്പർ ബ്ലേഡും വരുന്നുണ്ട്, ഫ്രെയിം ഇല്ലാത്ത ടൈപ്പ് വൈപ്പർ ബ്ലേഡും വരുന്നുണ്ട്. 2 വൈപ്പർ ബ്ലേഡുകളുടെയും ഗുണം ഒന്ന് തന്നെ ആണെങ്കിൽ കൂടിയും പല വാഹന ഉടമകളും പീരിയോഡിക്കലായി വൈപ്പർ ബ്ലേഡ് മാറാറില്ല എന്നതാണ് സത്യം. ഏതു തരം വാഹനത്തിൻ്റെയും വൈപ്പർ ബ്ലേഡ് മാറുവാൻ സമയമായിട്ടുണ്ടെങ്കിൽ അത് ചെറിയ ചെറിയ സൂചനകൾ തന്നു തുടങ്ങും. നമുക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. അതിൽ ഒന്നാമത്തെ സൂചന എന്നത് വൈപ്പർ ബ്ലേഡ് ഹാർഡാകും. അതുകൂടാതെ തന്നെ പഴക്കം ചെന്ന വൈപ്പർ ഉപയോഗിക്കുന്ന പക്ഷം ഗ്ലാസിൽ ലൈന് വീഴുവാനും പിന്നീട് മഴ പെയ്യുന്ന സമയത്ത് ശരിക്ക് വെള്ളം തോരാത്ത അവസ്ഥ വരികയും ചെയ്യും. നല്ല പഴക്കം ചെന്ന വൈപ്പർ ബ്ലേഡാണെങ്കിൽ വൈപ്പർ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഗ്ലാസിൽ വിട്ട് പിടിക്കാൻ തുടങ്ങും. അങ്ങനെ ഒരു കാരണവശാലും വൈപ്പർ ഇടുവാൻ ശ്രമിക്കരുത്. ഇതൊക്കെയാണ് വൈപ്പർ ബ്ലേഡ് മാറുവാൻ സമയമായിട്ടുണ്ടെങ്കിൽ നൽകുന്ന സൂചനകൾ. നമ്മുടെ വാഹനത്തിൻ്റെ വൈപ്പർ ബ്ലേഡും വൈപ്പർ ആമും മോട്ടോറും കംപ്ലൈൻ്റ് ആകുവാനായിട്ടുള്ള പ്രധാന കാരണമെന്നത് വേനൽക്കാലങ്ങളിൽ വൈപ്പറിൻ്റെ ഉപയോഗം തീരെ ഇല്ലാത്തതുകൊണ്ടും നമ്മുടെ വാഹനത്തിൻ്റെ വൈപ്പർ ബ്ലേഡ് ഗ്ലാസ്സിൽ ഒട്ടിപ്പിടിക്കുവാൻ സാധ്യത ഏറെ ഉള്ളതുകൊണ്ടും വൈപ്പർ ഓൺ ചെയ്യുന്ന സമയത്ത് വൈപ്പർ ബ്ലേഡ് ഗ്ലാസ്സിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതിൻ്റെ ഫലമായി തന്നെ വൈപ്പർ മോട്ടോറും വയറിംഗ് കിറ്റും ചൂടാവുകയും ക്രമേണ വൈപ്പർ അസംബ്ലി കംപ്ലൈൻ്റ് ആവുകയും ചെയ്യും. വേനൽക്കാലത്ത് വൈപ്പർ ഓൺ ചെയ്യുന്നതിന് മുന്നേ ഗ്ലാസ്സിൽ വൈപ്പർ ബ്ലേഡ് ഒട്ടിപ്പിടിച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. വൈപ്പർ ഓൺ ചെയ്യുന്നതിന് മുന്നേ വൈപ്പർ ബ്ലേഡ് വരുന്ന ഭാഗം കോട്ടൺ തുണിയിൽ നല്ലവണ്ണം തുടച്ച് ക്ലീൻ ചെയ്ത ശേഷം വൈപ്പർ ഓൺ ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ വൈപ്പർ ഓൺ ചെയ്യുന്ന പക്ഷം ഗ്ലാസ്സിൽ പോറൽ വീഴുവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രധാനമായി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ വാഹനത്തിന് വൈപ്പറിൻ്റെ ഉപയോഗം ഇല്ലെങ്കിൽ കൂടിയും ഇടയ്ക്കിടയ്ക്ക് വൈപ്പറിൻ്റെ ബ്ലേഡ് ഉയർത്തിയ ശേഷം വൈപ്പർ ഓൺ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വൈപ്പറിൻ്റെ ആമും മില്ലിങ്ങും ഒന്ന് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തുന്നതും നല്ലതായിരിക്കും. ചൂടുള്ള കാലാവസ്ഥയിൽ നമ്മുടെ വാഹനം പാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഓപ്പൺ ഏരിയ ആയാലും അല്ലെങ്കിൽ കാർ ഷെഡാണെങ്കിൽ കൂടിയും വൈപ്പർ ബ്ലേഡ് ഉയർത്തി വയ്ക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഗ്ലാസ്സിൽ ഒട്ടിപ്പിടിച്ച് പോറൽ വീഴാതിരിക്കാൻ ഇത് വളരെ ഗുണം ചെയ്യും. അതുപോലെ തന്നെ വൈപ്പർ ബ്ലേഡ് ഹാർഡാകാതെ സൂക്ഷിക്കുന്നതിനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ വാഹനത്തിൻ്റെ വിൻഷീൽഡ് ഗ്ലാസും വൈപ്പർ ബ്ലേഡും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക. അതിൻ്റെ പ്രധാന കാരണം പൊടി പിടിച്ചിരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും വൈപ്പർ ഓൺ ചെയ്യുവാൻ പാടുള്ളതല്ല.
അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലവണ്ണം വെള്ളമൊഴിച്ച് കഴുകിയ ശേഷം അല്ലെങ്കിൽ വൈപ്പർ ടാങ്കിലെ വെള്ളം സ്പ്രേ ചെയ്ത് ഗ്ലാസ്സിൽ പൊടിയില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം വൈപ്പർ ഓൺ ചെയ്യുവാൻ ശ്രമിക്കുക. ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പല വാഹന ഉടമകളും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പ്രധാന കാര്യമെന്നത് വാഹനത്തിലെ വൈപ്പർ ടാങ്കിലെ ഗ്ലാസ് ക്ലീനറിൻ്റെ ഉപയോഗമാണ്. ഏകദേശം 60% വാഹനം ഓടിക്കുന്നവരും ഗ്ലാസ് ക്ലീനറിന് പകരം പൈപ്പ് വെള്ളമോ അല്ലെങ്കിൽ കിണറ്റ് വെള്ളമോ ആയിരിക്കും ഒഴിക്കുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അതിനു പകരം കുപ്പിയിൽ കിട്ടുന്ന മിനറൽ വാട്ടർ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കിണറ്റ് വെള്ളമോ അല്ലെങ്കിൽ പൈപ്പ് വെള്ളമോ ഉപയോഗിക്കുന്ന പക്ഷം കുറച്ച് നാൾ കഴിയുമ്പോൾ വൈപ്പർ ടാങ്കിനുള്ളിൽ ഓരിൻ്റെ അംശം വരികയും വൈപ്പർ ടാങ്കിലെ വെള്ളം ഗ്ലാസ്സിലോട്ട് സ്പ്രേ ചെയ്യുമ്പോൾ അത് ഗ്ലാസ്സിലും ആ ഓരിൻ്റെ അംശം വരുവാനും സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് മിനറൽ വാട്ടർ വൈപ്പർ ടാങ്കിൽ ഒഴിക്കുവാൻ പറയുന്നത്. അതിൻ്റെ പ്രധാന കാരണമെന്നത് ഗ്ലാസ് ക്ലീനറിൻ്റെ ഉപയോഗത്തിനെക്കുറിച്ച് പലർക്കും അറിയാത്തത് കൊണ്ടാണ് കുപ്പിയിലെ വെള്ളം വാങ്ങിച്ച് ഒഴിക്കാൻ പറയുന്നത്. ഗ്ലാസ് ക്ലീനർ ഷോറൂമിലോ അല്ലെങ്കിൽ സ്പെയർ പാർട്സ് ഷോപ്പിലോ നമുക്ക് വാങ്ങിക്കുവാൻ കിട്ടും. ഗ്ലാസ് ക്ലീൻ ചെയ്യുവാൻ അത് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. വൈപ്പർ ടാങ്കിലെ വെള്ളം ഉപയോഗിക്കാത്ത പക്ഷം നമ്മുടെ വാഹനത്തിൻ്റെ ഈ കാണുന്ന, അതായത് ബോണറ്റിൻ്റെ പുറത്ത് വരുന്ന വാൽവിന് കംപ്ലൈൻറ്റ് വരുവാനും കാലക്രമേണ അത് വർക്കിംഗ് ആകാതെ മോട്ടോർ, അതായത് വൈപ്പർ ടാങ്കിൽ വരുന്ന മോട്ടോർ കംപ്ലൈൻറ്റ് വരുവാനും സാധ്യത വളരെ കൂടുതലാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മാസത്തിൽ ഒരിക്കലെങ്കിലും ഇത് ഓൺ ചെയ്യുകയോ അല്ലെങ്കിൽ പീരിയോഡിക്കലി സർവീസ് ചെയ്യുന്ന സമയത്ത്, വാഹനം സർവീസ് സെൻറ്ററിലോ അല്ലെങ്കിൽ വർക്ക്ഷോപ്പിലോ സർവീസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വർക്ക് ചെയ്ത് അതിൻ്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തേണ്ടതും എല്ലാ വാഹന ഉടമകളും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ്. വൈപ്പർ ടാങ്കിലെ വെള്ളം സ്പ്രേ ചെയ്യുന്ന ഈ വാൽവ് ചില വാഹനങ്ങളിൽ 3 വാൽവ് ഉണ്ടായിരിക്കും, ചില വാഹനങ്ങളിൽ 4 വാൽവ് ഉണ്ടായിരിക്കും. വാൽവ് ഏത് രീതിയിൽ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, വാൽവ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിൽ ഗ്ലാസ്സിൽ പരമാവധി വെള്ളം വീഴത്തക്ക രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പല വാഹനങ്ങളിലും വശങ്ങളിലും സൈഡിലോട്ടുമാണ് ഈ വാൽവ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ വാഹനത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്നത് വൈപ്പർ സ്വിച്ചിൻ്റെ ഉപയോഗമാണ്. പല വാഹന ഉടമകളും ഡ്രൈവർമാരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമെന്നത്, ഒന്നുകിൽ ലോ പോർഷനിലോ അല്ലെങ്കിൽ ടൈമർ സെറ്റ് ചെയ്തോ ആയിരിക്കും വൈപ്പർ സ്വിച്ച് ഉപയോഗിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല, എല്ലാ മോഡുകളിലും വൈപ്പർ സ്വിച്ചിൻ്റെ റെഗുലേറ്റർ പ്രവർത്തിപ്പിക്കണമെന്നാണ് പറയുന്നത്. ഇനി നമ്മുടെ വാഹനത്തിൻ്റെ വൈപ്പർ ഓൺ ചെയ്ത് നോക്കാം. ഈ കാണുന്ന രീതിയിലാണ് നമ്മുടെ വാഹനത്തിൻ്റെ വൈപ്പർ ടാങ്കിൽ നിന്ന് വെള്ളം വരുന്ന വാൽവ് സെറ്റ് ചെയ്ത് വയ്ക്കേണ്ടത്. ഒരു കാരണവശാലും സൈഡിലോട്ടോ വശങ്ങളിലോട്ടോ തെറിക്കാതെ ഗ്ലാസ്സിൽ തന്നെ പൂർണ്ണമായും വെള്ളം വീഴുന്ന രീതിയിലാണ് വാൽവ് സെറ്റ് ചെയ്യേണ്ടത്.